സ്വകാര്യതയിലേക്ക് കടന്നുകയറി ദൃശ്യങ്ങൾ പകർത്തുന്നതിനെതിരെ കേരള പോലീസ് സ്വകാര്യത മാനിക്കാതെ ദൃശ്യങ്ങൾ പകർത്തിയാൽ കർശന നടപടിയെന്നാണ് പോലീസിന്റെ മുന്നറിയിപ്പ്. റിനു ശ്രീധർ ഉണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി. റിനു, ഇപ്പോൾ നമ്മൾ ലാൽ ജോസിന്റെ പ്രതികരണം കണ്ടു. ഈ പറയുന്നത് അത് തന്നെയാണ് പ്രശ്നം. ഈ സ്വകാര്യത എന്ന് പറയുന്നത് എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിലേക്ക് ഈ പറയുന്നത് പോലെ ഒരാവശ്യവുമില്ലാതെ ഇടിച്ചു കയറുന്നത് എത്രത്തോളം വൃത്തികെട്ടൊരു സംഭവം, അങ്ങനെ തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതാണ്. ഇപ്പോൾ എന്ത് നടപടിയിലേക്ക് കടക്കാനാണ് പോലീസിന്റെ തീരുമാനം? അമൃത, അഷിത, ഏതായാലും സലീം കുമാറിന്റെ സംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട് ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായി എന്നുള്ളത് ശരിയാണ്. അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് കേരള പോലീസ് സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരം ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അനുമതിയില്ലാതെ ഒരാളുടെ ജീവിതത്തിലേക്കോ സ്വകാര്യതയിലേക്കോ കടന്നു കയറുന്നവർ, മൊബൈലുമായി കടന്നു കയറുന്നവർ അഴി എണ്ണേണ്ടി വരും എന്നുള്ളൊരു മുന്നറിയിപ്പ് തന്നെയാണ് പോലീസ് നൽകുന്നത്. 2000 ആക്ട് പ്രകാരം, അതായത് 2000 ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് സെക്ഷൻ 66 ഈ പ്രകാരം 3 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കർശനമായിട്ടുള്ള നടപടിയുമായി ഇനി മുന്നോട്ട് പോകും എന്നുള്ളതാണ്. സ്വകാര്യതയിലേക്ക് കടന്നുകയറി ദൃശ്യങ്ങൾ പകർത്തുന്നത് തെറ്റ് എന്നുള്ളതാണ് കൃത്യമായി തന്നെ സോഷ്യൽ മീഡിയ പേജിലൂടെ പോലീസ് പങ്കുവെക്കുന്നത്. ഈ സോഷ്യൽ മീഡിയ പേജ് അല്ലെങ്കിൽ യൂട്യൂബേഴ്സ് ഇവർക്കെതിരെയാണ് വലിയ രീതിയിലുള്ള ആരോപണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതിന് മുന്നോടിയും ഒക്കെ തന്നെ ഉയർന്നു വരുന്നത്. ഇവരെ നിയന്ത്രിക്കണമെന്നുള്ള ആവശ്യം നേരത്തെ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട് പല കോണുകളിൽ നിന്ന്. പക്ഷേ നിലവിൽ അത്തരത്തിൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഒരു സ്ഥലത്തും ഈ യൂട്യൂബേഴ്സിന് എതിരെ. ഇനിയെങ്കിലും അത്തരത്തിലുള്ള നടപടി ഉണ്ടാകണമെന്നുള്ള ആവശ്യം പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുന്നുണ്ട്. എന്തായാലും കർശന നടപടിയുമായി മുന്നോട്ട് പോകാനാണ് കേരള പോലീസിന്റെ തീരുമാനം. അമൃത, അഷ്ത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.